5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമസ്കാരം. നമ്മുടെ അൻവർ വീണ്ടും കലക്കുകയാണ് നിലമ്പൂരിൽ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു 75,000 വോട്ടിന് ജയിക്കും. 23-ാം തീയതി 10 മണിയോടുകൂടി നിങ്ങളെല്ലാ ചാനലുകളും TV-യും ഓൺലൈനും എല്ലാം ഓൺ ചെയ്ത് വെച്ചോളൂ. 75,000 വോട്ടിൽ കൂടുതൽ ഞാൻ ജയിക്കും. ജയിച്ചാൽ ആയിരക്കണക്കിന് ആളുകളോടുകൂടി നിലമ്പൂരിൽ നിന്ന് കാൽനടയായി തിരുവനന്തപുരത്തേക്ക് പോകും. അപ്പോഴാരോ ഏതോ പത്രപ്രവർത്തനത്തിൽ തോറ്റാലോ ആഫ്രിക്കയിലായിരിക്കും കാൽനട. എന്തായാലും 2 കാൽനട കാണാം. ഒരു കാൽനട എന്തായാലും കാണാം. തോറ്റാൽ ആഫ്രിക്കയിലേക്ക് ഒറ്റയ്ക്ക് കാൽനടയായി പോകും. അത് ഇവിടെ നിന്ന് പോയി ആഫ്രിക്കയിൽ ഇറങ്ങി കാൽനടയായി പോകുമോ? അങ്ങനെയും ചെയ്യാമല്ലോ. 100 മീറ്റർ റോഡ് ഷോ എന്നൊക്കെ പറഞ്ഞ് 22 കിലോമീറ്റർ റോഡ് ഷോ ഉണ്ട്, 1/2 കിലോമീറ്റർ റോഡ് ഷോ ഉണ്ട്. അപ്പോൾ അവിടെ പോയി ആഫ്രിക്കയിൽ ഇറങ്ങി നടന്നു പോകുമോ അതോ ഇവിടെ നിന്ന് ആഫ്രിക്കയിലേക്ക് നടന്നു പോകുമോ എന്നുള്ളത് അറിയില്ല. അത്രയും സാഹസികത ഈ പ്രായത്തിൽ അൻവർ എടുക്കാൻ സാധ്യത ഉണ്ടോയെന്ന് അറിയില്ല. അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് ആയിരങ്ങളുമായി വരുമെന്ന് പറയുന്നു. എന്തായാലും 20% കൂടുതൽ വോട്ടിങ്ങിൻ്റെ ശതമാനം 20 10:10 റിപ്പോർട്ട് എടുക്കുമ്പോൾ 20% നിലമ്പൂർ. നമ്മുടെ ടീം നിലമ്പൂരിലുണ്ട്. അവരെടുക്കുന്ന കണക്കുകളാണ് അവതരിപ്പിച്ചുകൊണ്ട്. ഇങ്ങനെ പോയാൽ ഒരു 70-75% വോട്ടിംഗ് നടക്കുവാനുള്ള സാധ്യതയുണ്ട്. ശക്തമായ പോളിംഗ് നടക്കുമ്പോഴൊക്കെ കോൺഗ്രസിന് അനുകൂലമായി വന്ന സാഹചര്യമാണുള്ളത്. പക്ഷേ ചില സമയങ്ങളിലൊക്കെ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അനുകൂലമായി വന്നിട്ടുണ്ട് ചില സാഹചര്യങ്ങളിൽ. പിന്നെ അവിടെ 4 ആളുകളുള്ളത്, അൻവറും അതുപോലെ തന്നെ BJP-യും കോൺഗ്രസും CPM 4 പേരുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും കാടളക്കി പ്രവർത്തനം നടത്തിയത് കൊണ്ട് തന്നെ നല്ല വോട്ടിംഗ് നടക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ 3000-ലധികം വീടുകളിലാണ് പോയത്. സ്വാഭാവികമായിട്ട് അവർ വോട്ട് ചെയ്യാൻ പോകുമല്ലോ. ആർക്ക് വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ വോട്ട് ചെയ്യാൻ പോകും. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ആരവത്തോടു കൂടിയുള്ള വോട്ടിംഗ് പാറ്റേൺ അവിടെ നടക്കാൻ സാധ്യതയുണ്ട്. 75% മുകളിൽ വോട്ടിംഗ് ചിലപ്പോൾ അവിടെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരാണ് ജയിക്കുക? എന്തായാലും അൻവർ വലിയ വീരവാദവുമായി വന്നിട്ടുണ്ട്. മറ്റൊരു സ്ഥാനാർത്ഥിയും ഈ കണക്ക് പറഞ്ഞിട്ടില്ല, ഭൂരിപക്ഷത്തിൻ്റെ കണക്കോ മറ്റൊന്നും പറഞ്ഞിട്ടില്ല. അൻവറാണ് ഭൂരിപക്ഷത്തിൻ്റെ കണക്ക് പറഞ്ഞ് മുന്നിൽ വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണണം അൻവർ എങ്ങോട്ടാണ് നടക്കുന്നത്. ഇങ്ങോട്ടാണോ അതോ അങ്ങോട്ടാണോ? ഇനി മറ്റൊരു നടത്തം കൂടി ഉണ്ട്. അൻവർ ജയിച്ചാൽ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൻ്റെ നെഞ്ചിലേക്കായിരിക്കും നടക്കുന്നത്. തോറ്റുപോയാൽ തീർച്ചയായും അദ്ദേഹം നടക്കുന്നത് ഇരുട്ടറകളിലേക്കായിരിക്കും. പിന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അത്ര എളുപ്പമല്ല. കാര്യം നിലമ്പൂരിൽ പിന്നെ മത്സരിച്ച് ജയിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഹിമാലയൻ ടാസ്ക് ആയിരിക്കും. മറ്റൊരു മണ്ഡലവും അദ്ദേഹത്തിന് ഉണ്ടാവില്ല. അപ്പോഴും ലീഗിൻ്റെ എന്തെങ്കിലും കാരുണ്യത്തിൽ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ല ലീഗ് സ്വതന്ത്രനായി നിന്നോ അല്ലെങ്കിൽ സ്വതന്ത്രനായി നിന്ന് ലീഗ് പിന്നെ UDF-ൻ്റെ സപ്പോർട്ട് വാങ്ങി അങ്ങനെ എന്തെങ്കിലും ഒരു സറണ്ടർ നടത്തി മാത്രമേ അത് കഴിയുകയുള്ളൂ. അപ്പോഴും അത് തൃണമൂൽ കോൺഗ്രസിൽ പോയിക്കൊണ്ട് കഴിയുകയില്ല. അങ്ങനെ വളരെ കുഴഞ്ഞു മറിഞ്ഞ് ചക്ക കുഴയും പോലെ കുഴഞ്ഞിരിക്കുന്ന വലിയ ഗൗരവതരമായ ഒരു തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടക്കുന്നത്. ഒരുപാട് ആളുകളുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. എന്തായാലും തിരുവനന്തപുരത്തേക്ക് ചലോ തിരുവനന്തപുരം നിയമസഭാ സ്റ്റാച്യൂവിലെ ആയിരക്കണക്കിന് ആളുകളുമായി വന്ന് കയറുന്ന രംഗം ഒരു ഒന്നൊന്നര രംഗമാണ്. ആലോചിച്ച് നോക്കൂ. അങ്ങനെ എല്ലാവരും കൂടെ വന്ന് കുറച്ച് പേര് ഹനുമാൻ കോവിലും പോയി, മുസ്ലിങ്ങളായിട്ടുള്ളവർ പാളയം പള്ളിയിലും പോയി, ഇനി ക്രിസ്ത്യാനികളാരിലുണ്ടെങ്കിൽ അപ്പുറത്തെ പള്ളിയിലും കയറി ഗണപതി കോവിലും തേങ്ങ അടിച്ച് അങ്ങനെ വളരെ മനോഹരമായി ഇന്ത്യൻ കോഫി ഹൗസിലും മറ്റ് കോഫി ഹൗസിലും അന്നപൂർണ്ണയിലൊക്കെ കയറി കാപ്പിയൊക്കെ കുടിച്ച് നമ്മുടെ ഹോട്ടൽ പത്മയെ കൊണ്ട് തിരുവനന്തപുരത്ത് അവിടെയെല്ലാം കയറി ചായയൊക്കെ കുടിച്ച് ബിരിയാണിയൊക്കെ അടിച്ച് അല്ലെങ്കിൽ മസാല ദോശയൊക്കെ കഴിച്ചുകൊണ്ട് അങ്ങനെ അസംബ്ലിയിലേക്ക് അൻവർ കയറിപ്പോകുന്ന രംഗം ഒന്ന് ആലോചിച്ച് നോക്കൂ. 140 ബാക്കി MLA-മാർ 139 പേരും കൈയടിക്കുമോ? അവർ കൂകി വിളിക്കുമോ? അവർ എന്താണ് ചെയ്യുക? അൻവറിൻ്റെ ആദ്യത്തെ പ്രസംഗം എന്തായിരിക്കും? ഷംസീറിന് ഇപ്പോൾ തന്നെ നെഞ്ചെടുപ്പ് തുടങ്ങി.